ബിരിയാണിക്കകത്താണെങ്കിൽ ചിക്കൻ ഇല്ല. ചിക്കൻ നല്ലൊരു കുട്ടല്ല. ഈ ഭാഗം മാത്രം എടുത്ത് കഴിക്കുമ്പോൾ കൈൻ്റെ ഒപ്പം ഉണ്ട് വലിയ ഫെദർ കോഴി തൂവൽ മൊത്തം ഉണ്ട്. അതിന് മസാലയിൽ മുക്കി പൊരിച്ചിട്ട് ഒരു കോഴി പോരും. മസാലയിൽ മുക്കി പൊരിച്ച കോഴിത്തൂവല് തിന്നാൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയാലോ. നമ്മുടെ ലൈറ്റ്സ് ഗെയിമിങ് നമ്മുടെ മോട്ടിവേഷൻ മുക്കുത്തി ഏറെക്കയറ്റിയ ലൈറ്റ്സ് ഗെയിമിങ്. ഈ ലൈറ്റ്സ് ഗെയിമിങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി കഴിച്ചു, ഹാഫ് ബിരിയാണിക്കകത്ത് ഇറച്ചിയില്ല. അത് പോട്ട് ഇറച്ചി വന്നപ്പോൾ എന്തുവാ അതിനകത്ത് കോഴിത്തൂവല് പൊരിച്ച് തന്നേക്കുന്ന. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇതാണ് പ്രശ്നം. നമ്മൾ ഇന്ന് കയറി കഴിക്കുന്ന ഒരു മെജോറിറ്റി ഹോട്ടലുകളിലും വൃത്തി എന്ന് പറയുന്ന സാധനമില്ല. അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന ഹോട്ടലുകളാണ് നമുക്ക് ചുറ്റും വരുന്നത്. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് അങ്ങ് കണ്ണടച്ച് വിടുന്നൊക്കെയാണ്. അതായത് ലൈഫ് ഗെയിമിങ്ങിന്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് കേട്ട് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പയിലും അതേ പ്ലക്കനെ വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക. അൺസബ്സ്ക്രൈബ് ഒഴികെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. ഓക്കെ, അപ്പോൾ കൂടുതലായിടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈറ്റ്സ് ഗെയിമിങ്ങിന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലൈറ്റ്സ് ഗെയിമിങ് നമ്മുടെ മോട്ടിവേഷൻ മുക്കുത്തിയുടെ സീനിൽ അടിച്ചേറി കയറ്റിയതാണ് നമ്മുടെ ഈ ലൈറ്റ്സ് ഗെയിമിങ്. ഈ ലൈറ്റ്സ് ഗെയിമിങ് ഒരു ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ആ ബിരിയാണിക്കകത്ത് എന്ത് ഇറച്ചിയില്ല. അപ്പോൾ അത് പറഞ്ഞു, അവരപ്പോൾ ഇറച്ചി കൊണ്ടുവന്നു. അതിനകത്ത് കോഴിയുടെ തൂവല് മസാല ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം എന്ത് വൃത്തിയിലാണ് ഇവരിത് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചോണം. കോഴിയെ മസാല പുരട്ടുമ്പോൾ നമ്മൾ ഈ കോഴിത്തൂവല് കാണുമല്ലോ, കണ്ടില്ലിവർ. പൊരിച്ചെടുക്കുമ്പോൾ ഈ കോഴിത്തൂവല് കാണുമല്ലോ, കണ്ടില്ലിവർ. ഇതെടുത്ത് ബിരിയാണിയോട് ഉണ്ടാക്കുമ്പോൾ ഇവർ കാണുമല്ലോ, ഇവർ കണ്ടില്ലിവർ. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടൽ. നമുക്ക് ലൈറ്റ്സ് ഗെയിമിങ് പറയുന്നത് കേൾക്കാം. ടൗണിൽ തന്നെ ഇല്ലേ നമ്മുടെ പേര് ഹോട്ടൽ ഹൈവേ. അതിത്തോട്ട് ഇവിടുത്തെ നല്ല ആയിരിക്കും വെച്ചിട്ട് വന്ന രണ്ട് ബിരിയാണി ഒരു ഹാഫും ഒരു ഫുള്ളും പറഞ്ഞു. ബിരിയാണിക്കകത്താണെങ്കിൽ ചിക്കൻ ഇല്ലാതെ ഞാൻ ആടെ ഇരിക്കുന്ന റിസപ്ഷനിൽ വെച്ചിട്ട് അവിടെ നല്ലതായിട്ട് ഹാഫ് ബിരിയാണി ചിക്കൻ ഉണ്ടാവില്ല. അവിടെ ഹാഫ് ബിരിയാണിക്കകത്ത് റൈസ് ഉണ്ടായതേ വലിയ കാര്യം. അപ്പോഴാണ് നിങ്ങൾ ചിക്കൻ്റെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുന്നത് ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിലോട്ട് വിളമ്പും. വേണമെങ്കിൽ എഴുന്ന് ഞണ്ണുക, എനിച്ചങ്ങോട്ട് പോവുക. കൂടുതൽ കഥയൊന്നുമില്ല കേട്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരി കോഴി ഇല്ല എന്ന് പറഞ്ഞത് അലക്ഷ്യപ്പോൾ ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞത് ചോദ്യം ചെയ്തത് അണ്ണന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കിയൊക്കെ ചിക്കൻ ബിരിയാണി കൊണ്ടുതരുന്നതാണ്. മോസ്റ്റ് കസ്റ്റമർ സർവീസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് ഭക്ഷണം കൊടുത്താലേ വരുന്ന ആളെ വരുള്ളൂ. വീട്ടിൽ നിന്നും പ്രശ്നം അത് അത്രേ ഉള്ളൂ. നല്ല രീതിക്ക് ആഹാരം കൊടുത്താലേ ആൾക്കാർ വരത്തുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴത്തേനും ഇതിന്റെ താഴെ രണ്ട് തരത്തിലുള്ള ആളുകൾ വന്നു. ഒന്നാമത്തെ തരത്തിലുള്ള ആളുകൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ശരിയാണ്, ചില ഹോട്ടലുകൾ വൃത്തിയില്ല, ഇത്തരത്തിൽ വൃത്തിഹീനമായ ഹോട്ടലുകൾക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തണം എന്നൊരു വിഭാഗവും. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗവും വന്നു. പാവപ്പെട്ട ഹോട്ടലുകാരുടെ വയറ്റത്തടിക്കാൻ നിനക്ക് നാണമില്ലടാ, ലജ്ജയില്ലടാ. പൊന്നളിയ ഒരു മുടിയല്ല അതിനകത്ത് കിടന്നത്, കോഴിത്തൂവലാണ്. അപ്പൊ എന്ത് വൃത്തിപരമായിട്ടാണ് അവർ ആ കോഴിയെ ക്ലീൻ ചെയ്ത് വറുത്ത് പൊരിച്ച് മുമ്പിലോട്ട് തിന്നെന്ന് പറഞ്ഞ് കൊണ്ട് തന്നെന്നറിയില്ല. ഈ ന്യായീകരിച്ച് മെഴുകുന്നവന്മാര് ഒരു കോഴി ഇതേപോലെ കോഴിത്തൂവലോടെ പൊരിച്ച് നിന്റെ ഒക്കെ മുമ്പിൽ കൊണ്ട് തരാം, തിന്നു നോക്ക്, അപ്പൊ മനസ്സിലാവും. വീട്ടിൽ കാണിക്കുന്നതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ചിക്കൻ നല്ലൊരു കുട്ടല്ലാത്ത ചിക്കൻ ആണെങ്കിൽ ഞാൻ മാറ്റി സൈഡിൽ മാത്രം കുറച്ച് മുരിഞ്ഞ ഭാഗം മാത്രം എടുത്ത് കഴിക്കുമ്പോൾ കൈൻ്റെ ഒപ്പം ഉണ്ട് വലിയ ഫെദർ കോഴി തൂവല് മൊത്തം ഉണ്ട്. അതിന് മസാലയിൽ മുക്കി പൊരിച്ചിട്ട് ഒരു കോഴി പോരും. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു അല്ലാട്ടെ ഇതൊന്നാന്ന് ചോദിച്ചു. ഇത് നല്ല ഫുഡ് ബ്ലോഗേഴ്സ് ഒന്നും കാണണ്ട, അപ്പോഴിത് മാർക്കറ്റ് ചെയ്ത് കളയും. ഗൈസ് ഇവിടെ കോഴിത്തൂവൽ ഫ്രൈ ഇവിടെ ഫ്രീ സെയിലാണ് ഗൈസ്, ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ കോഴിത്തൂവൽ ഫ്രൈ സൗജന്യം ഗൈസ് എന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ മേടിക്കും. ഇതിൽ കൊള്ളാം. ഇത് വേറെ വല്ലവരും വരുന്നെങ്കിൽ കമ്പോളം എടുത്തേനെ. നിങ്ങളെ കണ്ടത് മാന്യമായിട്ട് പെരുമാറിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കോഴിത്തൂവലാണ് കിട്ടിയത്. അല്ല ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട് കിട്ടാതെ വീട്ടിൽ വെച്ചു കോഴിത്തൂവൽ എണ്ണയാണെന്ന് പറഞ്ഞു. ഞാൻ കഴുകിയിട്ട് എടുത്ത് കൊണ്ട് കാണിച്ചു തരാൻ അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവരെങ്ങനെ അഡ്മിറ്റ് ചെയ്യും? അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കച്ചവടത്തെ ബാധിക്കത്തില്ല. അവരിപ്പോൾ ചോദിച്ചാലും പറയാം എനിക്കറിയത്തില്ല. അവർ വീട്ടിൽ നിന്നുണ്ടെന്ന പണ്ട് ജയറാമിൻ്റെ ഒക്കെ പടത്തിലുണ്ടായിരുന്നല്ലോ, പാറ്റയെ കൊണ്ടുവന്നിട്ട്. അതേപോലെ ഇവർ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം നമ്മൾ നമ്മുടെ ഹോട്ടലുകളിലേക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിന് ലാഭം കിട്ടണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഹോട്ടലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അനുഭവം ഉണ്ട്? നിങ്ങളൊരു ഹോട്ടലിൽ വരുന്ന കമന്റ് ചെയ്യും ഇത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായത്. മറ്റൊരാൾക്ക് ഇത്തരമൊരു ഹോട്ടലിൽ കയറി ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വഴിയാണ്. ഞാനും എനിക്ക് അനുഭവമുള്ള ഒരു ഹോട്ടലിന്റെ പേര് ഞാൻ താഴെ കമന്റുകളായിട്ട് ഇട്ടേക്കാം. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ഇവിടെ കുറേ ഫുഡ് ഇൻസ്പെക്ടേഴ്സും കുറേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട കുറേ വകുപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവര് കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യചിഹ്നത്തിലേക്ക് ഇത് വന്ന് അവസാനിക്കും. കാരണം കൃത്യമായിട്ടൊരു ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇവർ ഒരു ദിവസം ഇറങ്ങുമ്പോഴത്തേനും അവിടെ പഴകിയ ഫുഡ് പിടിച്ചു, ഇവിടെ പഴകിയ ഫുഡ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോരം വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള പഴയ ഫുഡുകൾ പിടിക്കപ്പെടുന്നുണ്ട്. പഴയ ഫുഡുകൾ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവർ കറക്റ്റായിട്ട് പണിയെടുക്കണം. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞത് കിമ്പളം കൊടുത്ത് ഇവരെ ഒതുക്കുന്ന പരിപാടിയാണ്. ഇത് ഈ വീഡിയോ ഒന്ന് വൈറലായപ്പോൾ ലൈറ്റ്സ് ഇതിൻ്റെ ഒരു നീണ്ട എക്സ്പ്ലനേഷൻ കിട്ടുന്നു. നമുക്ക് ആ നീണ്ട എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ശിവരഞ്ജിനി. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശിവരഞ്ജിനി ലൈറ്റ് സ്കീമിൽ ശിവരഞ്ജിനി. ഇത് ഞാൻ അന്നും പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പേജിൽ. ആൻഡ് അത് പയ്യന്നൂര് ഹോട്ടൽ ഹൈവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിന്റെ വരാന്ത അല്ലാതെ പയ്യന്നൂര് ഹൈവേ ഹോട്ടലിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോ. അവിടെ ഞാനൊന്നും പറയുന്നില്ല. തുറന്നിട്ടുണ്ടായിരുന്ന ഒരു അനുഭവമാണ് ഞാൻ അതിൽ പങ്കുവച്ചിട്ടുള്ളത്. 27-ാം തീയതി ആണ് ഞാൻ ഒരു വൈകുന്നേരം, നല്ല ദിവസം, സെപ്റ്റംബർ 27-ാം തീയതി, മികച്ച ദിവസം, ലോകപ്രശസ്ത യൂട്യൂബർ ആയിട്ടുള്ള മാസ്റ്റർ മൈൻഡിന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ദിവസം. അന്ന് തന്നെ ഇത് സംഭവിക്കണം, എനിക്കറിയാം. അല്ലെങ്കിൽ ആ ഗതികെട്ട ദിവസം അങ്ങനെ പല ദിവസം സംഭവിക്കും. എനിക്ക് സംഭവിച്ചായിരുന്നു കുറെ കാര്യങ്ങൾ. 5-6 മണിക്കുള്ളിലാണ് ഹോട്ടൽ ഹൈവേന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്നത്. വളരെയധികം വിശന്ന് പൊരിഞ്ഞിട്ടാണ് ഞാൻ കയറി. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു കാര്യത്തിൽ വളരെ തിരക്കായിപ്പോയി. അപ്പം മുന്നിൽ കണ്ട ഹോട്ടലിൽ പെട്ടെന്ന് കയറി. അങ്ങനെയാണ് ഹോട്ടൽ ഹൈവേയിൽ കയറിയത്. അത്രയും വിശന്നിട്ടാണ് ഞാൻ പോയത്. സോ ഞാൻ വിശന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് പോയത്. എനിക്കൊരു ഹാഫ് ബിരിയാണി, പുള്ളിക്കൊരു ഫുൾ ബിരിയാണി പറഞ്ഞിട്ട് ആളുടെ ബിരിയാണി വന്നു. എൻ്റെ പൊന്നളെ, ഇതിൻ്റെ താഴെ ഞാൻ ഒരു കമന്റ് ഉണ്ട് കേട്ടോ. അതായത് ഞാൻ വളരെ വിശന്നിട്ടാണ് കയറിയത്, എനിക്കൊരു ഹാഫ് ബിരിയാണിയും പുള്ളിക്കൊരു ഫുൾ ബിരിയാണി എന്നൊക്കെ പോലത്തെ കമന്റ് ഇട്ടേക്കുന്നു. അത്ര വിശപ്പുള്ള നീ ഹാഫ് ബിരിയാണി പറഞ്ഞുള്ളൂ. എടാ, അവരെന്തോരം കഴിക്കണമെന്നുള്ളത് അവരുടെ തീരുമാനം ഇല്ലയോടാ. ഞാൻ ആ കമന്റ് എൻ്റെ മൈൻഡിൽ അന്നേരം സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കുറേ വിവരദോഷികൾ. ബിരിയാണി വന്നില്ല. ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്തു. പിന്നെയും വീണ്ടും വിളിച്ചപ്പോൾ ആള് ഹാഫ് ബിരിയാണി കൊണ്ടു തന്നു. ഹാഫ് ബിരിയാണി കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അതിൽ ചിക്കൻ പീസ് ഇല്ല. അപ്പം ഞാൻ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഞങ്ങളിവിടെ ഹാഫ് ബിരിയാണിയിൽ ചിക്കൻ പ്രൊവൈഡ് ചെയ്യാറില്ല എന്ന് ചോദിച്ചു. ആ ചേട്ടൻ വീണ്ടും വെയിറ്ററെ വിളിച്ചു, തരാന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് തന്നു. ലൈക്ക് ആൾക്ക് ഞാനിത് 2 തവണ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യമായി. അല്ല, അത് അവർക്ക് ശരിക്കും നഷ്ടമാണ്. അത് ഫുൾ ഹാഫ് ബിരിയാണിക്കകത്ത് ഇത്ര ഉള്ളൊരു പീസ് ഇറച്ചി ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഈ റൈസ് ഇടുന്നത്. അപ്പം അത്രയും ഭാഗം ഇറച്ചി ഇടാൻ അവർ മറന്നു പോയതുകൊണ്ട് റൈസ് കൊണ്ട് ഫില്ലായിപ്പോയി. അപ്പം അത്രയും റൈസ് അവർക്ക് നഷ്ടം. നമ്മുടെ മൃണാളിൻ്റെ ഭാഷയിൽ പോയി കഴിഞ്ഞാൽ ഒരു 100 അത്രയും റൈസ് അവർക്ക് നഷ്ടം. അതിന് കൂടെ എക്സ്ട്രാ നമ്മൾ പീസും മേടിച്ചു. അപ്പോൾ പീസ് മേടിച്ചില്ലായിരുന്നു അവർക്ക് ലാഭം വരുന്നതന്നെ. വീണ്ടും നമ്മൾ പീസും മേടിച്ചു. പീസും വന്നു, ആ ഒരു പോർഷൻ നഷ്ടമാകേണ്ട റൈസും അവർക്ക് നഷ്ടം വന്നു. അപ്പോൾ പുള്ളിയുടെ വിരൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് നഷ്ടത്തിലേക്ക് അത് എത്തിച്ചേർന്നു. ഒരു ഹോട്ടലുകാരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ വേദന മനസ്സിലാക്കാതെ അവർ ജീവിക്കണ്ടേ പിള്ളേ. ഭയങ്കര റൂഡായിട്ട് അത്രയും ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് ആളിങ്ങനെ കൊണ്ടുവന്ന് ടേബിളിൽ ഇങ്ങനെ ഇട്ടില്ല. അങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോഴേ എണീറ്റ് അവനെ കൊണ്ട് അത് മൊത്തം ക്ലീൻ ചെയ്യിച്ചിട്ട് നീ ഇവിടെ നിന്ന് തിന്നിട്ട് ബില്ലും കൊടുത്താൽ മതി, പോയാൽ മതിടാ മറ്റേ മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് അവിടെ എടുത്ത് തീറ്റിക്കണ്ടായിരുന്നോ? ഞാനായിരുന്നു ഒരു പക്ഷെ അത് ചെയ്തേനെ കേട്ടോ. ഒന്നാമത്തെ കാര്യം എനിക്ക് ആ സെർവിങ്ങും ആ ഒരു പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവിടെ വരുന്ന കസ്റ്റമേഴ്സ് നാളെ അവിടെ വരണമെങ്കിൽ അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറണം. അത് കുഴപ്പമില്ല, ഫുഡ് നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും ഭക്ഷണം കഴിച്ച് തുടങ്ങി. അപ്പോൾ തന്നെ ചിക്കൻ അധികം വെന്തിട്ടില്ല. ഉള്ളിൽ ഭയങ്കര റോ ആയിട്ടുള്ളൊരു ചിക്കനാണ് ഉണ്ടായത്, അധികം വേവാതെ ചിക്കൻ. അപ്പോൾ ആ ചിക്കൻ ഞാൻ അധികം മാറ്റി വെച്ചിട്ട് ഗ്രേവി എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അത്യാവശ്യം വലിയൊരു തൂവൽ എനിക്ക് അതിന് കിട്ടുന്നത്. പോയി തൂവൽ എന്ന് കിട്ടി. അതും കൂടെ കുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം അത്ര വിശന്നിട്ട് ഞാൻ വന്നത്. ഞാനത് കാണിക്കുമ്പം ഒരു ബേസിക് മര്യാദയുണ്ട്. ഒരു കസ്റ്റമർ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉന്നയിക്കുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് മാന്യതയോട് പെരുമാറി അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ആയിട്ടുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള. റിസപ്ഷനൊക്കെ ഉള്ള ഹോട്ടലാണോ അതോ നമ്മൾ ഇച്ചിരി മാന്യമാക്കി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ? എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു മിനിമം സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന ഹോട്ടൽസ് ഒക്കെ ആണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കാതെ സോൾവ് ചെയ്യാനുള്ള പരിപാടി സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്താണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. സോ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ എല്ലാ ആൾക്കാർക്കും, നിങ്ങൾ ഹോട്ടൽ നടത്തുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഈ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ വൃത്തിഹീനമായിട്ട് ഉണ്ടാക്കുന്നത്. കസ്റ്റമറിന് മുമ്പിലോട്ട് വിളമ്പുമ്പോഴെങ്കിലും അത് നല്ലതാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് നല്ല രീതിക്ക് വൃത്തിയോടെ വിളമ്പുന്ന അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സും വയറും നിറയ്ക്കുന്ന ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ ഒരുമാതിരി വെറുപ്പിക്കുന്ന ഹോട്ടലുകളുമുണ്ട്. ഈ വെറുപ്പിക്കുന്ന ഹോട്ടലുകൾ പ്ലീസ് നിങ്ങളുടെ സർവീസ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുക. ഒരു മര്യാദയാണ്. പക്ഷെ അവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് കിട്ടിയതാണോ, ലൈക്ക് ഞാൻ എൻ്റെ എവിടുന്ന് കൊണ്ടുവന്നാലും തിട്ട പോലെയാണ് അവരെൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇവിടുന്ന് കിട്ടിയതാണോ ചോദിക്കുന്നത്, കോഴിത്തോല് തന്നെയാണോ ചോദിക്കുന്നത്. ഞാൻ വാഷോട്ടായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല, അപ്പം തന്നെ നിർത്തി. കഴിക്കാൻ പറ്റൂലല്ലോ. ഇതുപോലത്തെ ഒരു സാധനം കാണുമ്പോൾ എങ്ങനെയാണ് കഴിക്കാൻ തോന്നുന്നത്? നമ്മുടെ നാട്ടിലൊരു അവിടെ പോയി കഴിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവർ കഴിക്കുന്നത്. അത് കോഴിത്തോല് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിയോട് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് ചേട്ടനോട് ചോദിക്കേണ്ടി വരും. ഇനി ഈ കോഴിത്തോല് നമ്മൾ കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആടാ ഇപ്പം തന്നെ എൻ്റെ ഈ ചെറിയൻ്റെ കീഴിൽ നിന്ന് പറഞ്ഞിങ്ങോട്ട് വീണയെന്ന് പറയണം. അതിപ്പോൾ എന്ത് പറയുന്നത്? ഇത് പുള്ളിക്കാരി എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്കകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിനകത്തൊന്ന് കോഴിത്തോല് കിട്ടുന്നൊക്കെ ആയിട്ടുള്ളത്. ബേസിക്കലി ഹോട്ടൽ പ്രസ്ഥാനത്തിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിച്ച് പല ഹോട്ടൽസിലും കയറാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്ത്
റിട്സ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ ഞാൻ കയറി ഒന്ന് കഴിച്ചായിരുന്നു. ചോറ് കഴിച്ചത് തലേന്നത്തെ ചോറ് വീണ്ടും ഇതാക്കി ഊറ്റി കൊണ്ട് തന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം ചോറ്. നമ്മൾ റിയാക്ട് ചെയ്യുന്ന അറിയാലോ, നമ്മൾ വീഡിയോ ഒന്നും ആക്കിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. പല ആൾക്കാരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഒരു നേരത്തെ വയറ് ചീത്തയാവാതെ രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെ. അപ്പോൾ മറ്റ് വീഡിയോ ആയിട്ട് കാണാം.